അവൻറ്റോൺ പ്രോ വേൾഡ് ക്ലാസ് ഓഡിയോ എക്യുപ്മെന്റ്സ് വളരെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് തരുന്ന ഒരു കമ്പനിയാണ്. കുറച്ച് നാൾക്ക് മുമ്പേ ഈ കമ്പനി ഇറക്കിയ മോണിറ്റർ സ്പീക്കേഴ്സ് ആണ് ഗോസ് 7. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഈ മോണിറ്റർ സ്പീക്കേഴ്സ് വർത്ത് ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഹേ ഗായ്സ്, ശ്രീശങ്കർ ഹിയർ. ഈ വീഡിയോയിൽ ഗോസ് 7ന്റെ ഇൻ-ഡെപ്ത് റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ബട്ട് ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽസ്, എ സ്പെഷ്യൽ താങ്ക്സ് ടു മീഡിയ ക്യാപിറ്റൽ ഫോർ പ്രൊവൈഡിംഗ് us with this demo unit. This video is not sponsored by Aventone Pro or Media Capital. ഈ റിവ്യൂ തികച്ചും പേഴ്സണൽ ആണ്, ആൻഡ് അവർ ഒപ്പീനിയൻസ് ആർ ബേസ്ഡ് ഓൺ അവർ എക്സ്പീരിയൻസ് വിത്ത് ദ പ്രോഡക്റ്റ്. അവൻറ്റോൺ ബ്രാൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ പഴയ ലെജൻഡറി ആയിട്ടുള്ള മോഡൽസ് എടുത്തിട്ട് അതിനെ മോഡേണൈസ് ചെയ്ത് പുതിയ വേർഷനായിട്ട് ഇറക്കുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില എക്യുപ്മെന്റ്സ് ആയ CLA10 മോണിറ്റേഴ്സ്, മിക്സ് ക്യൂബ്സ്, അതുകൂടാതെ അവരുടെ ഒരു ട്യൂബ് കണ്ടൻസർ മൈക്രോഫോണിന്റെ ഒരു റെഫറൻസ് ഹെഡ്ഫോൺസ്, ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അവരുടെ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഈ ഗോസ് 7 എന്ന് പറയുന്ന മോണിറ്റേഴ്സിന്റെ പുറകെയും ഇതുപോലത്തെ ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. 1970s ഗോസ് സ്പീക്കർ കമ്പനി എന്നൊരു ലൗഡ് സ്പീക്കർ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടായിരുന്നു. ഈ കമ്പനി JBL, മാർട്ടിൻ പോലത്തെ പ്രഗത്ഭമായിട്ടുള്ള കമ്പനികൾക്ക് ലൗഡ് സ്പീക്കർ ഡ്രൈവേഴ്സ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഗോസ് 7 ആക്ച്വലി അവരുടെ ആ ഐഡിയയുടെ ഒരു പുനർജന്മം ആണെന്ന് തന്നെ പറയാം. എന്നാൽ അതിൽ കുറച്ചും കൂടെ മോഡേൺ ഫീച്ചേഴ്സും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ അവൻറ്റോൺ ഗോസ് 7 ഒരു 2-way ആക്റ്റീവ് മോണിറ്ററിംഗ് സിസ്റ്റം ആണ്. 2-way എന്ന് പറയുമ്പോൾ 2 ഡ്രൈവേഴ്സ് ആണുള്ളത്. ഒരു 7-inch വൂഫർ ഡ്രൈവറും 2.5-inch AMT ട്വീറ്റേഴ്സുമാണ് ഇതിലുള്ളത്. ആക്റ്റീവ് മോണിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ആംപ്ലിഫയർ ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത്. 2 ആംപ്ലിഫയേഴ്സ് ഉണ്ട് ഇതിന്. വൂഫറിന് 120 വാട്ട്സ് ആംപ്ലിഫിക്കേഷനും ട്വീറ്ററിന് 60 വാട്ട്സ് ആംപ്ലിഫിക്കേഷനും ആണ് കൊടുത്തേക്കുന്നത്. സോ എ ടോട്ടൽ പവർ ഓഫ് 180 വാട്ട്സ് പെർ സ്പീക്കർ. അത് അത്യാവശ്യം നല്ല പവർഫുൾ ആണ് കേട്ടോ. അതുകൂടാതെ ഇതിന്റെ ആംപ്ലിഫിക്കേഷൻ ക്ലാസ് D ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ക്ലാസ് ഡിന്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പവർ കൺസംഷൻ ആൻഡ് മാക്സിമം ഔട്ട്പുട്ട് എഫിഷ്യൻസി. ഇന്നത്തെ കാലത്തെ മിക്ക മോണിറ്റേഴ്സും ക്ലാസ് ഡിയിൽ തന്നെയാണ് കേട്ടോ ഇറങ്ങുന്നത്. ഈ സ്പീക്കറിന്റെ മാക്സിമം പീക്ക് SPL എന്ന് പറയുന്നത് 103 dB SPL ആണ്. ദാറ്റ് മീൻസ് അത്യാവശ്യം നല്ല ലൗഡ് ഔട്ട്പുട്ട് തന്നെ ഇത് തരും. ഈ സ്പീക്കർ ഒരു പോർട്ടഡ് ഡിസൈൻ സ്പീക്കർ ആണ്. ഇതിന്റെ ബാക്കിൽ ഒരു റയർ ഫയറിംഗ് പോർട്ട് ഉണ്ട്. പോർട്ടഡ് ഡിസൈനിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലോ ഫ്രീക്വൻസി എക്സ്റ്റൻഷൻ നമുക്ക് സ്പീക്കേഴ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഈ സ്പീക്കേഴ്സ് ഒന്നിലെ XLR കേബിൾ അല്ലെങ്കിൽ TRS കേബിൾസ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം സൗണ്ട് കാർഡിലേക്ക്. പിന്നെ മിക്ക സ്പീക്കേഴ്സിലും കാണുന്ന പോലെ ഇതിന്റെ ബാക്ക് സൈഡിൽ റൂം ഒപ്റ്റിമൈസേഷൻ കൺട്രോൾസ് ഉണ്ട്. ഹൈ ഫ്രീക്വൻസി ആൻഡ് ലോ ഫ്രീക്വൻസി നമ്മുടെ റൂമിന് വേണ്ട രീതിയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്താൻ പറ്റും. ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഇൻപുട്ട് ഗെയിൻ നോബ് ഉണ്ട്. അത് കറക്റ്റ് ലെവൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പെയർ ഓഫ് മോണിറ്റർ സ്പീക്കേഴ്സ് കിട്ടുമ്പോൾ 2 സ്പീക്കേഴ്സിന്റെയും ഇൻപുട്ട് ഗെയിൻ എപ്പോഴും സെയിം ലെവലിൽ തന്നെ വെക്കണം കേട്ടോ. ഇതുകൂടാതെ ഇതിൽ പവർ സേവിംഗ് മോഡ് ഉണ്ട്. കുറച്ചു നേരത്തേക്ക് ഈ സ്പീക്കേഴ്സിലൂടെ ഓഡിയോ ഒന്നും പ്ലേ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് ഇത് സ്വിച്ച് ആവും. ആൻഡ് ഫൈനലി ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് 30 Hz മുതൽ 22 kHz വരെയാണ്. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്പീക്കറിൽ 30 Hz വരെ ലോ ഫ്രീക്വൻസി എക്സ്റ്റൻഷനോ? അതൊന്ന് ശരിക്കും ടെസ്റ്റ് ചെയ്യണമല്ലോ. സോ സ്റ്റേ ട്യൂൺ ടിൽ എൻഡ് ഓഫ് ദിസ് വീഡിയോ ആൻഡ് വിൽ കം അപ്പ് വിത്ത് ദ റിസൾട്ട്സ്. ഇനി എന്താണ് എനിക്ക് തോന്നിയതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. ഒരാഴ്ചയോളം ഈ സ്പീക്കേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ധാരാളം പാട്ടുകൾ ഇതിൽ കൂടെ കേട്ടു. ഫേവറേറ്റ് ട്രാക്സ്, റെഫറൻസ് മെറ്റീരിയൽ, ഞാൻ ഇതിലൊരു മിക്സ് വർക്ക് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് നല്ല വശങ്ങളും ഇനി കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാലും നല്ലതായിരിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങളും. ആദ്യം തന്നെ നല്ല സൂപ്പർ ടൈറ്റ് സൗണ്ടാണ് ഇത് ഡെലിവർ ചെയ്യുന്നത്. നല്ല പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി റിതം എലമെന്റ്സ് ഒക്കെ നല്ല പവർഫുൾ ആൻഡ് പഞ്ചി ആയിട്ടാണ് ഈ സ്പീക്കേഴ്സ് പ്രസന്റ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് മോണിറ്റേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ഫാൻറ്റം സെന്റർ ആണ് ഈ മോണിറ്റേഴ്സ് തരുന്നത്. നെക്സ്റ്റ്, നല്ല വൈഡ് സ്റ്റീരിയോ ഇമേജ് ആണ് ആൻഡ് എ വെരി ഡീറ്റെയിൽഡ് പ്രസന്റേഷൻ ആണ്. ഞാൻ അത്യാവശ്യം വൈഡ് ആയിട്ടാണ് ഈ മോണിറ്റേഴ്സ് എന്റെ സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ല വൈഡ് ആൻഡ് ഡീറ്റെയിൽഡ് പ്രസന്റേഷൻ ഓഫ് സൗണ്ട്സ് ആണ് എനിക്ക് കിട്ടിയത്. ഈവൻ മിക്സ് ചെയ്തപ്പോഴത്തേക്കും സെന്റർ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മാത്രമല്ല, അതിന്റെ നടുക്കൊക്കെ കറക്റ്റ് ആയിട്ട് ഓരോ എലമെന്റ്സിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. ആൻഡ് ഫൈനലി ഒരു കാര്യം എടുത്തു പറയണം, ഇതിന്റെ ലോയിന്റെ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള സ്പീക്കേഴ്സിൽ ഇത്രയും നല്ല ലോ എൻഡ് എക്സ്റ്റൻഷൻ കിട്ടുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
ഓക്കെ, കുറച്ചുകൂടെ ഹൈ എൻഡ് സ്പീക്കേഴ്സ് വേറെ ഒരു ഡിഫറെന്റ് ഒരു 2 ലക്ഷം 3 ലക്ഷം പ്രൈസ് ബ്രാക്കറ്റിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ടൈറ്റ് സൂപ്പർബ് ലോ എൻഡ് കിട്ടുന്ന മോണിറ്റർ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള മോണിറ്റർ സ്പീക്കേഴ്സിൽ ഇത്രയും ലോ എൻഡ് എക്സ്റ്റൻഷൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കിടുങ്ങിപ്പോയി. ഇനി ഈ സ്പീക്കേഴ്സിന് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റുന്ന ഏതൊക്കെ ഏരിയാസ് ആണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ മിഡ് റേഞ്ച് കുറച്ച് പ്രൊനൗൺസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അറൗണ്ട് ഒരു 4K ആ ഒരു റേഞ്ച് ഒക്കെ ചില സമയത്ത് കുറച്ച് അപ്ഫ്രണ്ട് ആയിട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി വോക്കൽസ് ആൻഡ് സ്നാസിലൊക്കെ ചില സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ ചാടുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ബട്ട് ഐ എം ടെലിംഗ് യു, മോണിറ്റർ പ്ലേസ്മെന്റ് കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു പ്രോപ്പർ പ്ലേസ്മെന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ ഒരു പരിധി വരെ സോർട്ടഡ് ആവും. നെക്സ്റ്റ് ഈ സ്പീക്കേഴ്സിൽ തോന്നിയ ഒരു കാര്യം, ഇതിന്റെ സിബിലൻസ് റേഞ്ച് അറൌണ്ട് 8K ആ റേഞ്ച് കുറച്ച് പ്രൊനൗൺസ്ഡ് ആണ് മൊത്തത്തിൽ. അത് മിക്കവാറും ഈ AMT ട്വീറ്റേഴ്സ് യൂസ് ചെയ്യണതിന്റെ ഒരു പ്രത്യേകതയാണ്. ധാരാളം ബ്രാൻഡ്സ് AMT ട്വീറ്റേഴ്സ് വെച്ചിട്ട് മോണിറ്റർ സ്പീക്കേഴ്സ് ഇറക്കുന്നുണ്ട്. എനിക്ക് പണ്ട് മുതലേ AMT ട്വീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സ്പീക്കേഴ്സ് കേൾക്കുമ്പോൾ അതിന്റെ ഹൈ ഫ്രീക്വൻസീസ് എപ്പോഴും കുറച്ച് ടുവേർഡ്സ് ദി ഹാർഷർ സൈഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതിന്റെ ഒരു കാര്യം തോന്നിയത്, ഒരു ബോക്സ് ടോൺ ഉണ്ട് മൊത്തത്തിൽ. കംപ്ലീറ്റ്ലി നമ്മൾ കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ ആ സ്പീക്കർ ഫ്രണ്ടിൽ ഇല്ല എന്നുള്ള അങ്ങനത്തെ ഒരു സംഭവം തോന്നുന്നില്ല. ആ സ്പീക്കേഴ്സിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത്. ആ ഒരു ബോക്സ് ടോൺ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ആവാൻ പോകുന്നത് മ്യൂസിക് പ്രോഗ്രാമേഴ്സിന് അടിപൊളിയായിട്ട് ഇത് സെറ്റ് ആവും. പ്രോഗ്രാമേഴ്സിന് എന്തുകൊണ്ടാണ് ഇത് ഗുണമാവുക എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നല്ല പഞ്ചി ആയിട്ടാണ് ഇതിന്റെ സൗണ്ട് ഡെലിവറി. സോ നമ്മൾ റിതം ആൻഡ് അങ്ങനത്തെ കുറച്ച് പഞ്ചി ആൻഡ് ടൈറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട എലമെന്റ്സ് ഒക്കെ നല്ല രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ബഡ്ജറ്റ് ഹോം സ്റ്റുഡിയോ റൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു സൂപ്പർ അപ്ഗ്രേഡ് ആയിരിക്കും. ഏറ്റവും എൻട്രി ലെവൽ മോണിറ്റേഴ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഈ മോണിറ്റേഴ്സിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി കേട്ടു. ഇനി എന്താണ് ഇതിന്റെ ശരിക്കുള്ള വില എന്നറിയണ്ടേ? ഇപ്പോൾ ഈ സ്പീക്കേഴ്സ് 52,000 രൂപയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗോസ് 7 ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വേറെ ഏത് ഓൾട്ടർനേറ്റീവ് ആണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ കൂടെ എന്റെ മനസ്സിൽ വരുന്ന ആഡം T7V മോണിറ്റേഴ്സ് ആണ്. ഇത് രണ്ടും സെയിം പ്രൈസ് റേഞ്ച് ആണ്, ഡ്രൈവർ സൈസ് സെയിം ആണ്, അത്യാവശ്യം സിമിലർ പവർ ഔട്ട്പുട്ട് ആണ് ഇത് രണ്ടും തരുന്നത്. അപ്പൊ നിങ്ങളൊരു എൻട്രി ലെവൽ മോണിറ്റർ സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്യണേ, അല്ല പുതിയൊരു മോണിറ്റർ സ്പീക്കേഴ്സ് എടുക്കാനുള്ള ഒരു പ്ലാനിലാണെങ്കിൽ 50,000 to 52,000 റുപ്പീസിന് ഈ മോണിറ്റേഴ്സ് ഒരു സ്റ്റീലാണ്. ബിക്കോസ് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോണിറ്റർ സ്പീക്കറിൽ നിന്ന് ഇത്രയും നല്ലൊരു പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ഞാൻ അധികം കേട്ടിട്ടില്ല. നിങ്ങൾ എന്തായാലും ഈ മോണിറ്റർ സ്പീക്കേഴ്സ് ഡെമോ ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്പീക്കേഴ്സ് ഉള്ള ഏതെങ്കിലും സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഒരു സെഷൻ നന്നായിട്ടിരുന്ന് കേൾക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഏകദേശം ഒരു എൻഡിലേക്ക് എത്തുവാണ്. ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യുക. ഓൾസോ കമൻറ്റ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇതുപോലത്തെ വളരെ എക്സൈറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ റെഗുലർ ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് അണ്ടിൽ നെക്സ്റ്റ് ടൈം.